ഹായ് ഹലോ എല്ലാവർക്കും സുഖമാണല്ലോ അല്ലേ. ഇത് അപ്പു മത്തങ്ങ പറിച്ചുകൊണ്ട് വരുന്നതാണേ. അവന് ഭയങ്കര സന്തോഷം കേട്ടോ. വിൻചേട്ടൻ അവിടുന്ന് പറിച്ചു കൊടുത്തു വിടുന്ന പറമ്പിൽ നിന്ന് എന്നെ കാണിക്കാൻ വേണ്ടി എടുത്തുകൊണ്ട് വരുന്ന കേട്ടോ. ഇങ്ങനെയൊക്കെ വിളവൊക്കെ കിട്ടുന്നതൊക്കെ ഭയങ്കര ഹാപ്പി. അപ്പു ഏറ്റവും ഹാപ്പി ആവുന്ന ഈ സമയം കേട്ടോ. അപ്പോൾ ഞാനത് എടുത്ത് വയ്ക്കും ഫോണിൽ. ഇപ്പം നമ്മൾ വീഡിയോ ചെയ്യുന്നില്ലേലും എടുത്ത് വയ്ക്കുമായിരുന്നു കേട്ടോ. അതുപോലെ കുറച്ച് വെണ്ടയ്ക്കായും കുറച്ച് പച്ചമുളകും ഒക്കെ കിട്ടിയിട്ടുണ്ട്. മത്തങ്ങ കൊടുത്ത് നമുക്ക് വിലയൊക്കെ കിട്ടിയായിരുന്നു കേട്ടോ. ഇത് ഗോവിന്ദ വിനോദ് വ്ലോഗ്സിൽ അപ്ലോഡ് ചെയ്തിട്ടുണ്ട് അവന്. അത് കയറി കണ്ടു നോക്കി അവനെ സപ്പോർട്ട് ചെയ്യണേ. പിന്നെ നമുക്ക് ചൂര വെട്ടാനുണ്ട് കേട്ടോ. ചൂരയും മത്തിയൊക്കെ. അപ്പം ഞാൻ അതും കൂടെ കാണിക്കാമെന്ന് വിചാരിച്ചേ. ഈ ചൂര വെട്ടാൻ എല്ലാവർക്കും ചിലർക്ക് പാടായിരിക്കും. എത്ര വലിയ ചൂരയായാലും ഇതുപോലെ ഈ വാലിൻ്റെ അവിടെ മുതൽ ഈ തലയിലെ പുറകെ ആ കണ്ണിൻ്റെ പൊക്കം ഉണ്ടല്ലോ അവിടെ വരെ ഇതുപോലെ തൊലി ചെത്തി കളയണം. കഴിഞ്ഞ ദിവസം നമ്മൾ അയിലയൊക്കെ വെട്ടിയില്ലേ, അതുപോലെ തന്നെ. എന്നിട്ട് വാലാണേലും തിരിച്ച് പിടിച്ചിട്ട് വയറിൻ്റെ അടിഭാഗം വരെ ഇതുപോലെ വെട്ടിക്കളയണേ. എന്ന് പറഞ്ഞാൽ നൈസായിട്ടേ കളയുന്നുള്ളൂ. പിന്നെ നമ്മൾ ആ തലയുടെ അവിടെ നിന്ന് തൊലി ഇങ്ങനെ അങ്ങ് വലിച്ച് കളഞ്ഞാൽ മതി കേട്ടോ. അല്ലാണ്ട് ഇങ്ങനെ വട്ടം വട്ടം മുറിച്ചേച്ച് തൊലി കളയാൻ നിന്ന് കഴിഞ്ഞാൽ പൊടിഞ്ഞു പോകുന്നത് കൂടുതലാണ്. ഇത് ഒട്ടും പൊടിഞ്ഞു പോകത്തില്ലേ. അപ്പോൾ ഇങ്ങനെ ചെയ്യാമെന്ന് കാണിച്ച കേട്ടോ. ഈസി ആയിട്ട് ചെയ്തെടുക്കാവേ. എത്ര വലിയ ചൂരയോ കയറിയാണേലും ഇങ്ങനെ ചെയ്യാം. ഞാൻ ഇങ്ങനെയാണ് കേട്ടോ ചെയ്യുന്നത്. വരാലും ഒക്കെ ഇങ്ങനെയാണ് ഞാൻ ചെയ്യാറേ. അപ്പം നിങ്ങൾ ഇതുപോലെ ചെയ്ത് നോക്കണം കേട്ടോ. ഇങ്ങനെയാണ് ചെയ്യുന്നവരും കാണും, ഇങ്ങനെ ചെയ്യാത്തവരും കാണുമേ. ഞാൻ അല്ലാണ്ട് നമ്മൾ വട്ടത്തിൽ മുറിച്ചേച്ചും ചെറിയ പീസാക്കിയിട്ടൊക്കെ തൊലി കളയുമ്പോൾ അത് പൊടിഞ്ഞു പോകുന്നുണ്ട്. അതുകൊണ്ട് ഇങ്ങനെ ചെയ്തപ്പോൾ കുഴപ്പമില്ല കേട്ടോ. പിന്നെ ഇതിൻ്റെ തലയുടെ അവിടെ ആ ചെകിള പോലെ ഉണ്ടല്ലോ, അതിൻ്റെ ഇടയ്ക്ക് ഒന്ന് കത്തി ഇങ്ങനെ രണ്ട് വശത്തുനിന്നും കയറ്റി നല്ലപോലെ ആ എല്ല് വരെ മുറിച്ചേച്ച് ഇങ്ങ് ഒടിച്ചാൽ ആ തല ഇങ്ങ് പറഞ്ഞു പോകുന്നുള്ളൂ. ഇതിപ്പോൾ നമ്മൾ അച്ചാറിടാനായിട്ട് ചൂര മേടിച്ചു. ഇവിടെ ചൂര അങ്ങനെ വലിയ ഇഷ്ടമൊന്നുമില്ല കേട്ടോ. അപ്പോൾ വലിയ വിലയില്ലായിരുന്നു. പിന്നെ നല്ല മീനാന്ന് തോന്നിയതുകൊണ്ടാണ്. ഇത് ഇച്ചിരി ഫ്രഷ് ആയതുകൊണ്ട് തൊലി പറഞ്ഞു വരാൻ പാടായിരുന്നേ. പിന്നെ മത്തിയാണേലും കൊണ്ടുവരുന്ന വഴിയെ നമ്മൾ നിറച്ച് വെള്ളം ഒന്ന് കഴുകിയേച്ച് നിറച്ച് വെള്ളം ഒഴിച്ചേച്ച് ഉപ്പുകല്ലിട്ട് വെച്ച് കഴിഞ്ഞാൽ കുറേ ചെതുമ്പലങ്ങ് പൊക്കോളൂ കേട്ടോ. ഉണ്ട്. ഇപ്പം ഞാൻ അങ്ങനെ എടുത്തിട്ട് എന്നാൽ വെള്ളം കളഞ്ഞെന്ന് കഴുകിയെടുത്തപ്പോൾ തന്നെ പകുതി ചെതുമ്പലും പോയേ. പിന്നെ ഞാൻ ഈ മീൻ്റെ എല്ലാം ആദ്യമേ വാല് കളഞ്ഞു വയ്ക്കും ഇങ്ങനത്തെ മീനൊക്കെ വെട്ടുമ്പോഴേ. അതിനെന്ന് പറഞ്ഞാൽ നമ്മൾ വെട്ടുമ്പോൾ ഉണ്ടല്ലോ അതിൻ്റെ ആ വാലെ തട്ടി വെള്ളം മുഴുവൻ മേത്തോട്ട് തെറിക്കും. അതുകൊണ്ട് അതിൻ്റെ സ്മെല്ലല്ലേ, അതുകൊണ്ട് അങ്ങനെ കാണിക്കുന്നത്. പിന്നെ വെട്ടുമ്പോൾ വെള്ളത്തിലോട്ട് ഇറക്കി വെച്ച് ഇതിൻ്റെ ചെതുമ്പല് കളഞ്ഞ് നമ്മുടെ മേത്ത് തെറിക്കുകയല്ല കേട്ടോ. അപ്പോൾ അങ്ങനെയുള്ള കുഞ്ഞു കുഞ്ഞു കാര്യങ്ങളൊക്കെ ശ്രദ്ധിച്ചാൽ കുറേ മത്തിയൊക്കെ വെട്ടി അപ്പടി മണമല്ലേ. ചിലവരൊക്കെ ഗ്ലൗസൊക്കെ ഇട്ട് വെട്ടുന്നവരുണ്ട്. അതുപോലെ ഭയങ്കര സ്മെല്ലാണല്ലോ മത്തിക്ക്. അപ്പം ഞാൻ ഇങ്ങനെയൊക്കെ കാണിക്കുന്നത് ഞാൻ കാണിച്ചതാണ് കേട്ടോ. ഈസി ആയിട്ട് ചെയ്തെടുക്കാൻ പറ്റുമേ. പിന്നെ ആ ഉപ്പുകല്ല് നല്ല പരിപാടിയാണ് കേട്ടോ. ഉപ്പുകല്ലിട്ട് ഇങ്ങനെ വെച്ച് കഴിഞ്ഞാൽ ഒത്തിരി ചെതുമ്പലും പോയി കിട്ടും. ഇങ്ങനെ അങ്ങനെ നല്ലപോലെ അങ്ങ് ഉലുമ്പി കഴിയാൻ തന്നെ പോവേ. പിന്നെ ഞാനിത് ഫ്രിഡ്ജിൽ സൂക്ഷിക്കുന്നുള്ളൂ. ഇപ്പം കറി വെക്കുന്നില്ല കേട്ടോ. രാവിലെ ചോറും കറിയെല്ലാം ആയി. ഇപ്പം ഒരു 7 മണിയൊക്കെ ആകുമ്പം കറിയെല്ലാം ആവുമല്ലോ. ഇനി ബാക്കി ഇതൊക്കെ വൈകിട്ടത്തേക്കും നാളത്തേക്കും ഒക്കെയാണ്. അപ്പം മഞ്ഞൾ വെള്ളത്തിൽ കഴുകി എടുത്തേച്ച് ഇതുപോലെ വറക്കാനാട്ടോ മത്തി എടുത്ത് വെക്കുന്നത്. ഇതുപോലെ ഇങ്ങോട്ട് വരഞ്ഞൊരു പാടും വരുത്തി പിന്നെ ഞാനത് ഫ്രിഡ്ജിലോട്ട് സൂക്ഷിക്കുന്നതിന് മുമ്പ് അതിൻ്റെ മേലെ ഏത് മീനാണെങ്കിലും ഇതുപോലെ ഇച്ചിരി മഞ്ഞൾപ്പൊടി ഇട്ടേ വെക്കാറുള്ളൂ കേട്ടോ. അപ്പം ഇഷ്ടപ്പെട്ട എല്ലാവരും ലൈക്ക്, ഷെയർ, സബ്സ്ക്രൈബ് ഒക്കെ ചെയ്ത് കമൻറ്റൊക്കെ ഇട്ട് സപ്പോർട്ട് ചെയ്യണേ.